ഗൈസ് കൊടൈക്കനാൽ ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് കട്ടപ്പ നമ്മള് പോണ് ഒരു സിനിമ കാരണം ഹിറ്റായ ഒരു സ്ഥലമാണ്. ഇതാണ് അൽഗുണ കേവ്. പൊടിക്കാശ് കൊടുത്ത ഉള്ളിൽ കയറാം. 10 റുപ്യ ഉള്ള ഒരാൾ ഇവിടെ എത്തിക്കാനൊക്കെ ആയി മുതലാവും. ചെവിയിലൊരു മൂളക്കം ഇങ്ങനെ കേക്കാം. ഈ ഗ്രില്ലിന്റെ അപ്പുറത്താണ് സുഭാഷ് ചാടിയ സ്ഥലം. മലയാളികളും തമിഴന്മാരും വേണ്ടുള്ള പാട്ട് മത്സരമാണ് ഇനി ഇവിടെ. ഈ വധൂരിയുള്ള പാട്ടുകാരൻ പെരുമഴ തുടങ്ങി. തുള്ളി കട്ട് ചെയ്ത് മരത്തിന്റെ ചോട്ടിൽ നിൽക്കുക നമ്മളെ കെ താജു. ഒന്നും നോക്കില്ല, അവിടുന്ന് കൂടി ഒരു ചായപ്പീടി കയറി. കടക്കാരന്റെ സോപ്പിട ഓരോ ചായ പറഞ്ഞു. ചായന്റെ പേര് കൂൺ മസാല എടുത്തു. കൊടൈക്കനാൽ കിട്ടുന്ന മൂടേശ് കൂണൊന്നും അല്ലട്ടത്. സംഭവം കൊള്ളാം, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. തണുപ്പുള്ള സ്ഥലത്ത് ഇങ്ങനെ പോയി നിന്ന് ഊരിയ തൊള്ളിന്ന് പുക വരും. ഇനി കഥ പറഞ്ഞിക്കാൻ നേരല്ല, വണ്ടിക്ക് ഓടുകയാണ് എല്ലാരും. വണ്ടിയിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പെരേക്ക് പോകും. വണ്ടിയിൽ 24 മണിക്കൂർ ചായ ഉണ്ടാവും. അൻസപ്പാക്ക് കടി കൊടുക്കാത്ത നന്നായില്ലേ. 2 കജ്ജ് മുട്ടിട്ട് ഒക്കെ വണ്ടി ഓട്ടുക. ഇന്നലെ 2 കോഴിമുട്ട പീങ്ങി കൊടുത്തിന്റെ പവറാണ് ഈ കാണുന്നത്. ചുരത്തുമ്പോ വണ്ടി സൈഡാക്കി ഉച്ചച്ചോറുന്നാ പോണ്. നേരെ 5 മണിയായിക്കണ്. മഴ കാരണം തിന്നാൻ പറ്റിയിട്ടില്ല. ചോറും കൂട്ടാനൊക്കെ ഇനി ചൂടാക്കി എടുക്കാണ്ട്. ചീനച്ചട്ടി കണ്ടി ചുരിച്ചൊന്നും വേണ്ട, ഓൾഡ് ഈസ് ഗോൾഡ് ആണത്. ഇതൊക്കെ കണ്ട് ഹോട്ടലാന്ന് കരുതി ആൾക്കാർ കയറായിരുന്നാ മതി. ഹംസബീൻ താജു അലാക്കിന്റെ കുക്കാണ് നമ്മൾ ഇപ്പോഴറിഞ്ഞ്. സാമ്പാറും ചോറും ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ്. ഞാനൊക്കെ നീർച്ച ചോറ് കിട്ടിയ മാതിരി തൊള്ളേക്കണ്ട അടമ്പാണ്. ബാക്കിയുള്ളത് തിന്നാൻ ആളെ കിട്ടിയപ്പോഴാണ് ഹാപ്പി ആയത്. തീർത്തോളിയും കുരിപ്പൂടെ രണ്ടാളും കൂടെ കുക്കറിന്റെ ഫിസിൽ വരെയാണ്. സത്യം പറഞ്ഞ എന്റെ ഗുളിക എടുക്കാൻ മറന്നു ഗൈസ്. 1500 വാങ്ങിയ കാശും കുറ്റിയാണ്. അത് മുതലാക്കിയിട്ട് ഞങ്ങൾ പോവുള്ളൂ. വണ്ടി എടുത്താൽ ഫുൾ കോയി പൊട്ടിക്കുക, പാരുക, കൈയിട്ട് മാന്തി തിന്നുക, അതെന്റെ പരിപാടി. അൽഹംദുലില്ലാ അങ്ങനെ തട്ടുമുട്ടില്ലാതെ പെരീക്ക് എത്തിക്കണ്. ഇന്നത്തോടെ കൊടൈക്കനാലിന്റെ പോരിശ കഴിഞ്ഞു. അപ്പൊ ശരി എന്നാ.